നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെയും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വാർത്തയിൽ നിങ്ങൾ കാണുന്ന പോലെയും വിജ്ഞാപനം 11 വർഷങ്ങൾക്ക് മുൻപ് യോഗ്യതയിൽ കുരുങ്ങിയ LDCയുടെ റാങ്ക് ലിസ്റ്റ് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം തരുന്നൊരു വാർത്തയാണല്ലേ. 11 വർഷം മുന്നേ വിജ്ഞാപനം നടത്തിയ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് 11 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വരാനായി പോകുന്നു. വന്നിട്ടില്ല, 11 വർഷങ്ങൾക്ക് ശേഷം ഇനി വരാനേ പോകുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഈ വാർത്തയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളത്? ഏത് വാർത്തയുടെ കാര്യമാണ് ഈ പത്രവാർത്തയ്ക്കകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ കേരള കൗമുദിക്കകത്ത് വന്നിട്ടുള്ള ഒരു വാർത്തയുടെ ഒരു ക്ലിപ്പിങ്ങിൻ്റെ ഒരു ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വാർത്തയെന്ന് വായിച്ചു നോക്കാം. 11 വർഷം മുൻപ് വിജ്ഞാപനം നടത്തിയിട്ടും യോഗ്യതയിലെ അനിശ്ചിതത്വം കാരണം തുടർ നടപടികൾ നീണ്ടുപോയ വാട്ടർ അതോറിറ്റിയുടെ LD ക്ലർക്ക് തസ്തികയിൽ സാധ്യതാ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നടപടി PSC ആരംഭിച്ചു. അപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഇതുവരെ ലിസ്റ്റ് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഇവിടെ കാണേണ്ട ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. നമ്മുടെ പുതിയ PSC ചെയർമാൻ വരുമ്പോഴാണ് ഈ ഒരു കാര്യം ഇപ്പോഴെങ്കിലും പുള്ളിക്കാരൻ കൺസിഡർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ചെയർമാൻ്റെ ഭാഗത്ത് നിന്നും ഇതിൻ്റെ ഭാഗത്തില്ല, അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൻ്റെ മുന്നോട്ടുള്ള നീക്കത്തിൽ ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ പുതിയ ചെയർമാൻ വന്ന ശേഷം കാര്യങ്ങൾ നമുക്ക് പൊതുവെ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ്. കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി നമുക്കൊരു പുരോഗതി കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും പുതിയ ചെയർമാൻ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു PSCയുടെ വാട്ടർ അതോറിറ്റിയിലേക്കുള്ള LD ക്ലർക്ക് തസ്തികയിലേക്കുള്ള സാധ്യതാ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നടപടി നിലവിലെ കേരള PSC ആരംഭിച്ചിട്ടുള്ളത്. 2012 വിജ്ഞാപനം അനുസരിച്ചിട്ടുള്ള നിയമന യോഗ്യതയുള്ളവരുടെ സർട്ടിഫിക്കറ്റുകളും രേഖകളും അപ്ലോഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിലവിലിപ്പോൾ. ഫെബ്രുവരിയിൽ ഇതിനായിട്ട് നൽകിയ നിർദ്ദേശം PSC ഏപ്രിലിൽ നിലവിൽ അവസാനിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഫെബ്രുവരിയിൽ കൊടുത്തിട്ടുള്ളതാണ് ഒരു നോട്ടിഫിക്കേഷൻ. എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള നിർദ്ദേശം കേരള PSC ഫെബ്രുവരിയിൽ കൊടുത്തതാണ്. പക്ഷെ ഏപ്രിൽ ആയിട്ടും നിലവിൽ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു അപ്ലോഡ് ചെയ്യാനുള്ളതിന്റെ കാലാവധി ഇതുവരെ തീർന്നിട്ടില്ല എന്നുള്ളതാണ്. പരീക്ഷ എഴുതിയ ചുരുക്കം ഉദ്യോഗാർത്ഥികളിൽ പലർക്കും മതിയായ യോഗ്യത ഇല്ലാത്തതിനാലാണ് തുടർ നടപടികൾ നീളുന്നതെന്നാണ് പറയുന്നത്. എന്തു തന്നെയായാലും 11 വർഷം മുമ്പ് നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ 11 വർഷം മുന്നേ നടത്തിയ ഈ ഒരു ലിസ്റ്റിന്റെ കാര്യത്തിൽ നീക്കുപോക്ക് ഉണ്ടാവാനായിട്ട് പുതിയ ചെയർമാൻ വന്നിട്ട് ഒരു 6 മാസത്തിനകത്താണ് നമുക്ക് ഇതിന്റെ നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ പുരോഗതി വരുന്നുണ്ട്, കേരള PSCയിൽ പുരോഗതി വരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം അനക്കമില്ലാത്ത പല ലിസ്റ്റുകളും നിലവിലിപ്പോൾ അനങ്ങി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും അതുപോലെ തന്നെ LBS സെന്റർ അതുപോലെ തന്നെ IHRD എന്നിവിടങ്ങളിൽ നിന്നുള്ള എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുള്ള 3 മാസത്തെ സർട്ടിഫിക്കറ്റ് ഓട്ടോമേഷൻ, ഡേറ്റ എൻട്രിയിൽ ലഭിച്ച സർട്ടിഫിക്കറ്റ് എന്നിവയാണ് തസ്തികയിലേക്കുള്ള യോഗ്യതയായിട്ട് നിശ്ചയിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ കമ്പ്യൂട്ടർ കോഴ്സിന് തത്തുല്യ യോഗ്യതകളൊന്നും പരിഗണിച്ചിരുന്നില്ല ആ സമയത്ത്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് LBS അതുപോലെ തന്നെ IHRD എന്നുള്ള 3 മാസത്തെ സർട്ടിഫിക്കറ്റും ഡേറ്റ എൻട്രിയിലെ സർട്ടിഫിക്കറ്റുമാണ് ഇതിന്റെ യോഗ്യതയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല കമ്പ്യൂട്ടർ കോഴ്സുകളൊന്നും തത്തുല്യ യോഗ്യതയായിട്ട് ആ പ്രാവശ്യം കണക്കാക്കിയിട്ടും ഉണ്ടായിരുന്നില്ല. ഇക്കാരണത്താൽ നമ്മുടെ PG അതുപോലെ തന്നെ ബാക്കിയുള്ള വേർഡ് പ്രോസസ്സിംഗ്, എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ, ബിരുദാനന്തര ബിരുദം എന്നീ യോഗ്യതകൾ ഉള്ളവർക്ക് അപേക്ഷ നൽകാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഒരു സമയത്ത് യോഗ്യത നിശ്ചയിച്ചതിലെ തെറ്റ് ബോധ്യപ്പെട്ട് PSC അപേക്ഷ സ്വീകരിച്ചിരിക്കുന്ന അവസാന തീയതിക്ക് 2 ദിവസം മുമ്പ് യോഗ്യതയിൽ മാറ്റം വരുത്തിയെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാനായിട്ട് കഴിഞ്ഞില്ല. വളരെ വൃത്തികെട്ടൊരു പരിപാടിയാണ് ആ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ യോഗ്യത നിശ്ചയിച്ചതിലെ തെറ്റ് PSCക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ PSC അത് തിരുത്തിയത് എപ്പോഴാണ്, ഈ ആപ്ലിക്കേഷൻ അയക്കുന്നതിന്റെ അവസാന തീയതിക്ക് 2 ദിവസം മുന്നേ. അങ്ങനെ എന്ത് ചെയ്തില്ല, ഉദ്യോഗാർത്ഥികൾ പലർക്കും ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു മാറ്റം അറിയാനായിട്ട് അവർക്ക് കഴിഞ്ഞതുമില്ല. തുടർന്ന് ഉദ്യോഗാർത്ഥികളിൽ ചിലർ ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർ നടപടികൾ നിർത്തിവെക്കുകയും ചെയ്തു. കഴിഞ്ഞ നവംബർ 2-നാണ് പരീക്ഷ നടന്നത്. യോഗ്യത നിശ്ചയിച്ചതിന്റെ അപാകത കാരണം ആകെ 11,200 പേര് മാത്രമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. 2,594 പേർ മാത്രമാണ് പരീക്ഷയ്ക്ക് ഹാജരായത്. 11,200 പേര് അപേക്ഷിച്ച പരീക്ഷയിൽ ഈ ഒരു 11 വർഷത്തെ ഈ ഒരു പ്രശ്നം കാരണം, അല്ലെങ്കിൽ PSCയുടെ യോഗ്യത നിശ്ചയിച്ചതിലെ ഈ ഒരു പ്രശ്നം കാരണം പരീക്ഷ എഴുതിയത് ആകെ 2000, പരീക്ഷ എഴുതാൻ കഴിഞ്ഞത് ആകെ 2,594 പേർക്ക് മാത്രമാണ്.
വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമ്പോൾ ആ 145 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. ഉദ്യോഗാർത്ഥികളുടെ മൂന്നിരട്ടി അല്ലെങ്കിൽ ഒഴിവുകളുടെ മൂന്നിരട്ടി ഉദ്യോഗാർത്ഥികളെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ആവശ്യമായവർ ഇല്ലെന്നും അതിനാൽ ഉയർന്ന യോഗ്യതയുള്ളവരെ കൂടി പരിഗണിക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിലവിൽ ഇതിന്റെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, യോഗ്യതയിലെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമാക്കിക്കൊണ്ട് LDCയുടെ റാങ്ക് ലിസ്റ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ അതോറിറ്റിയുടെ LDCയുടെ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ കാര്യത്തിൽ കേരള PSC നിലവിലത്തെ ചെയർമാൻ ഉൾപ്പെടുന്ന കേരള PSC എന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് 11 വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ഒരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യം. 11,000 പേര് അപ്ലൈ ചെയ്തൊരു പരീക്ഷയ്ക്ക് ആകെ എഴുതാൻ പറ്റിയത് 2,500 പേർക്ക് മാത്രമാണെന്ന് നിങ്ങളൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒരു PSCയുടെ വാർത്തയാണ്. പക്ഷേ ഇത് നമുക്കൊരു പുരോഗതി ചിന്തയിലൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇപ്പം മാറി വരുന്നുണ്ട്. പല കാര്യങ്ങളിലും നിലവിൽ ഇപ്പോൾ മാറ്റങ്ങൾ വന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 10th ലെവൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പ്രശ്നം കൂടി നിലവിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാര്യം കഴിഞ്ഞ പ്രിലിംസ് എന്ന് പറഞ്ഞ് നടത്തിയിട്ടുണ്ടായിരുന്ന പ്രഹസനത്തിന്റെ പേരിൽ ഒരുപാട് പേര് 5th ഫേസും 3rd ഫേസും ഒക്കെ എഴുതിയവർ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാര്യം ആ ഒരു ലിസ്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുടെ എണ്ണത്തിൽ തന്നെ നമുക്ക് ആ ഒരു പ്രശ്നം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ എന്തായാലും ഇനിയുള്ള ചെയർമാൻ അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള PSC ചെയർമാൻ ഈ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരട്ടെ അല്ലെങ്കിൽ കൊണ്ടുവരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി വരുന്ന പ്രിലിംസ് പരീക്ഷ നമ്മുടെ 12th പ്രിലിംസ്, അതുപോലെ തന്നെ 12th പ്രിലിംസ് ഇല്ല എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യമാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിനൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫേസിനകത്ത് ഉണ്ടായിരുന്ന ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരീക്ഷയിലെ ഓരോ ഫേസുകാർക്കും ഓരോ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിരുന്ന ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പുള്ളിക്കാരൻ പരിഹരിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ കാര്യം നമുക്കിനി വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിലും അതുപോലെ തന്നെ 12th ലെവൽ പ്രിലിംസിലും ഒക്കെ മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള PSC വാർത്തകളും അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.